പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ അമ്മേ, കൃപാസന പ്രസാദപരമാതാവേ, പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങളിതാ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്നു. നാളിതുവരെയും അമ്മയുടെ മാധ്യസ്ഥതയാൽ ഈശോയിൽ നിന്ന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ജീവിതഭാരവുമേന്തി ഞങ്ങൾ അമ്മയുടെ സന്നിധിയിലേക്ക് അടുത്തു വരുമ്പോൾ അമ്മേ മാതാവേ, ഞങ്ങളെ ചേർത്തണയ്ക്കണമേ. എല്ലാവിധ ആപത്തനർത്ഥങ്ങളിൽ നിന്നും ദുഷ്ടാരൂപികളിൽ നിന്നും പൈശാചിക തന്ത്രങ്ങളിൽ നിന്നുമെല്ലാം ഞങ്ങളെ കാത്തുകൊള്ളണമേ. അമ്മേ മാതാവേ, ഞങ്ങളുടെ പോക്കിലും വരവിലും വഴിവാഹനങ്ങളിലും യാത്രാമധ്യത്തിലും കൂട്ടുകെട്ടുകളിലും ചിന്തയിലും പ്രവൃത്തികളിലും ജോലി മേഖലകളിലുമെല്ലാം അമ്മ ഞങ്ങൾക്ക് തുണയായി കൂടെ നിൽക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ആരാലും പരിഹസിക്കപ്പെടുവാൻ നിന്റെ മക്കളെ വിട്ടുകൊടുക്കരുതേ. നിന്റെ അഭയം പ്രാപിച്ച് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് ഉന്നതമായ സ്ഥാനം നൽകി അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഓരോരുത്തരുടെയും ജീവിത ആവശ്യങ്ങളും അവരുടെ ഓരോരുത്തരുടെയും ബുദ്ധിമുട്ടുകളും രോഗാവസ്ഥകളും കടബാധ്യതകളും എല്ലാം അമ്മയുടെ കരങ്ങളിലേക്ക് നൽകുന്നു. അമ്മേ മാതാവേ, ഈ മക്കളെ ഓരോരുത്തരെയും സഹായിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതികളെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. സൃഷ്ടികർമ്മത്തിലേക്ക് പങ്കുചേരുവാനായി വിളിക്കപ്പെട്ടിരിക്കുന്ന ഈ മക്കൾക്ക് നല്ല ദൈവ പൈതലിനെ കൊടുത്ത് അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ കുടുംബജീവിതങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. തിരുക്കുടുംബത്തിൻ്റെ വിശുദ്ധി ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് നൽകണമേ. ദൈവസ്നേഹം മനസ്സിലാക്കി ജീവിപ്പാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ലോകമെമ്പാട് സമാധാനമില്ലാതെ ജീവിക്കുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അവരുടെ അരികിലേക്കൊന്ന് കടന്നു ചെല്ലണമേ. സമാധാനവും സന്തോഷവും കൊണ്ടവരുടെ ജീവിതത്തെ നിറയ്ക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഹോസ്പിറ്റലുകളിൽ കഴിയുന്ന രോഗികളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, ആ മക്കളെ എല്ലാവരെയും ഏറ്റെടുക്കണമേ. അവരെ ഒന്ന് സ്പർശിക്കണമേ. അങ്ങേ പുത്രനിൽ നിന്നുമുള്ള രോഗസൗഖ്യശക്തി അവരിലേക്ക് ഒഴുക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, രോഗത്തിന് ചികിത്സിക്കാൻ സാമ്പത്തികമില്ലാതെ ഭാരപ്പെട്ടിരിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, തക്ക സമയത്ത് ഇടപെട്ട് അവർക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം അവരുടെ കൈകളിൽ എത്തിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, രോഗക്കിടക്കയിലായിപ്പോയ മക്കളെ പരിചരിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവർക്ക് ബലവും ശക്തിയും കൊടുക്കണമേ. അമ്മേ മാതാവേ, ദൈവ പൈതങ്ങളായി ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഇടയാക്കണമേ. അനേകം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനുള്ള കൃപയും അനുഗ്രഹവും നൽകണമേ. ഞങ്ങളുടെ പ്രാർത്ഥന അവരുടെ എല്ലാവരുടെയും ജീവിതത്തിന് വലിയ കോട്ടയായിരിക്കാൻ തക്കവതും ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, പഠിക്കുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പഠിക്കാനുള്ള ബുദ്ധി, ശക്തിയും അറിവും ജ്ഞാനവും കൊടുക്കണമേ. ഒരു കുഞ്ഞു പോലും തകർന്നു പോകുവാൻ അനുവദിക്കരുതേ. ഒരു കുഞ്ഞു പോലും നഷ്ടപ്പെട്ടു പോകുവാൻ അനുവദിക്കരുതേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, എല്ലാ മക്കളുടെയും ജീവിതത്തെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അമ്മേ മാതാവേ, ഞങ്ങളുടെ വൈദികരെയും സന്യസ്തരെയും ദൈവവേല ചെയ്യുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, അവരെല്ലാം ഏറ്റെടുത്ത് ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ച് അവർക്കെല്ലാവർക്കും വേണ്ടിയും മാധ്യസ്ഥം അപേക്ഷിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് അന്യദേശങ്ങളിലേക്ക് പോയിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, ആ മക്കൾക്ക് കാവലും സംരക്ഷണവും നൽകണമേ. ഞങ്ങൾ മുഖാമുഖം കാണുമ്പോഴും ഭദ്രമാകുന്ന നീല മേലങ്കിക്കുള്ളിൽ അവരെ പൊതിഞ്ഞു പിടിച്ചുകൊള്ളണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ആക്സിഡന്റ് പറ്റി കിടക്കയിലായിപ്പോയ രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്ട്രോക്ക് വന്ന് കിടപ്പിലായിപ്പോയ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, ഒരു അത്ഭുതത്തിൻ്റെ കരം അവർക്ക് നേരെ നിന്ന് നീട്ടണമേ. എഴുന്നേറ്റ് നിൽപ്പാനുള്ള ശക്തിയും ബലവും അവർക്ക് കൊടുക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളെ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, പനിയുടെ അസ്വസ്ഥത മൂലം ഭാരപ്പെടുന്ന നിരവധിയായ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണ വിടുതലും സൗഖ്യവും കൊടുത്തവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവർക്ക് കാവലും സംരക്ഷണവും നൽകണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, എല്ലാവരെയും അമ്മയുടെ കരങ്ങളിലേക്ക് നൽകുകയാണ്. എല്ലാ മക്കളുടെയും ആവശ്യങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് നൽകുകയാണ്. എല്ലാ മക്കളുടെ രോഗാവസ്ഥകളെയും കടബാധ്യതകളെയും അമ്മയുടെ കരങ്ങളിലേക്ക് നൽകുകയാണ്. ഈ എളിയ ദാസിയുടെ പ്രാർത്ഥന അനേകം മക്കളുടെ ജീവിതത്തെ വലിയ അനുഗ്രഹമാക്കി മാറ്റണമേ.
എല്ലാ മക്കൾക്കും വേണ്ടിയും അമ്മ ഈശോയുടെ മാധ്യസ്ഥം അപേക്ഷിക്കണമേ. ഞങ്ങളെ സഹായിക്കണമേ. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിനും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെ ദുഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.